ബോവസ് വയലിലേക്ക് വന്നു. ഈ വിശുദ്ധ ദിവസം ഞാൻ ഇന്ന് പകൽ ഇതിൻ്റെ നടുവിൽ നിന്ന് വിളിച്ചു പറയട്ടെ, നമ്മുടെ വീണ്ടെടുപ്പുകാരൻ ഈ വയലിലേക്ക് ഇന്ന് പകൽ ഇറങ്ങി വന്നിട്ടുണ്ട്. ഇന്ന് പകൽ ഇറങ്ങി വന്നിട്ടുണ്ട്. നിനക്ക് വേണ്ടി ഇന്ന് പകൽ ചിലത് തൂറ്റുവാൻ. വിശ്വസിച്ചോ, വിശ്വസിച്ചോ, വിശ്വസിച്ചോ. ഇന്ന് പകല് അവൻ സ്തോത്രം യവം തൂറ്റേണ്ടതിന് വയലിലേക്ക് ബോവസ് ഇറങ്ങി വരുമ്പോ, ഇതേ സമയത്ത് നവോമിയുടെ വീട്ടിൽ ഈ രൂത്ത് അവിടെ നിന്ന് ഇറങ്ങുകയാണ്. എന്തിനാണെന്നറിയോ? ബോവസ് വയലിൽ ഉണ്ട് എന്നറിഞ്ഞിട്ട് അവന്റെ പുതപ്പിനടിയിലേക്ക് കയറാൻ, അതിന്റെ ആത്മീക അർത്ഥം മനസ്സിലാക്കി, അതിന്റെ ആത്മീക തലം മനസ്സിലാക്കി ഇന്ന് പകൽ ഏറ്റെടുക്കുന്ന പ്രതികരിക്കുന്ന ദൈവമക്കളെ ഓർത്ത് ഈ പകൽ ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. ഈ പകൽ ഇതിനകത്ത് നമ്മുടെ വീണ്ടെടുപ്പുകാരനാകുന്ന നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ ആ പുതപ്പ് ഇന്ന് പകൽ ഈ വയലിയുടെ ഈ പകൽ വീഴുമ്പോ, അതിനടിയിലേക്ക് കയറുമ്പോ, ആ പുതപ്പിന് കീഴിലേക്ക് കയറുമ്പോ ചില രൂപമാർ ഇന്ന് പകൽ വന്നത് വരെയല്ലേ ഈ ഭാരം വിട്ടു പോകുന്നത്. നിന്റെ സ്തുതികൾ മാറുന്നത്, നിന്റെ ഭവനത്തിന്റെ ചരിത്രം ഇന്ന് പകൽ കണ്ടുയാൻ ഈ പകൽ തിരിക്കാൻ വരെയാണ്. ഹല്ലേലൂയ. ഇന്ന് പകൽ ഈ പുതപ്പിനകത്ത് ഒരു രൂത്ത് കയറിയപ്പോ, ഇന്നലെ വരെ അവളുമായി ബന്ധപ്പെട്ട ആ കുടുംബത്തിൽ ഒന്നിന് പിറകെ ഒന്നായി ഒരു ശാപമെന്ന പോലെ മരണം തുടർക്കഥയായിരുന്നപ്പോ, ഇതാ അതിനെ ദൈവം തിരിച്ചിട്ട് അഖിലാണ്ടത്തിന്റെ ഈ ലോകത്തിന്റെ രക്ഷകനാകുന്ന ക്രിസ്തുയേശുവിന്റെ ജനനമായിട്ടുള്ള ഒരു വലിയ ഫലത്തിലേക്ക് അവരെ കണക്ട് ചെയ്യുവാൻ. Yes, 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 yes. Yes. ഇന്ന് പകൽ ആരോടോ കർത്താവ് വിളിച്ചു പറയുന്നു, നിന്റെ കുടുംബത്തിനകത്ത് തുടർക്കഥ പോലെ ഇങ്ങനെ ആവർത്തിച്ചു വന്നുകൊണ്ടിരിക്കുന്ന എന്തോ ചില പ്രയാസങ്ങൾ, എന്തോ ചില ബലഹീനതകൾ, എന്തോ ചില വിഷയങ്ങൾ ഇന്ന് പകൽ അത് അഴിഞ്ഞുകൊണ്ട് ഇന്ന് ഈ സമയം ആ ചരിത്രം മാറാൻ പോകുകയാണ്. ആ ചരിത്രം മാറാൻ പോകുകയാണ്. വിശ്വസിക്കുന്നവർ പ്രതികരിച്ച് ഏതോ ചില ചരിത്രങ്ങൾ മാറാൻ പോകുകയാണ്. കണ്ണുനീരിന്റെ ചരിത്രം